ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഒരു NGOയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയിട്ട് അതിന്റെ എലിജിബിലിറ്റി ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലല്ല ഈ ഇതിന് മുഴുവൻ സാധനം ഞാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് അവർക്കത് കൊടുക്കുന്നത് അല്ല എന്ന് സിബി പറഞ്ഞിരിക്കുന്നത്. എവിടെയാ സിബി ചെയ്യുന്ന സിബിയാണ്. അതിലില്ലാത്ത കാര്യങ്ങൾ താങ്കൾ വെറുതെ പറയുന്നില്ലേ? താങ്കൾ വായിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കുഴപ്പം? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത്? എന്റെ ചോദ്യം എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? അങ്ങനല്ല, ഞാൻ എന്തിനാണ് അങ്ങനെ ക്ലോസ് കൊണ്ടുവരുന്നത്? സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊടുത്താൽ എന്തുകൊണ്ട് പറ്റില്ല? വിദേശത്ത് നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി ജനാധിപത്യപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ലെവലിലോട്ടാണ് പോകുന്നത്. കാരണം ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ചായയുടെ കാശ് നിങ്ങളുടെ വീട്ടിൽ സർക്കാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റേ ഗവൺമെന്റ് അറിഞ്ഞ കുഴപ്പമില്ല. ശ്രീജിത്തെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടില് നാളെ ഒരു CCTV ക്യാമറ സർക്കാർ കൊണ്ടുവെക്കുന്നു. അങ്ങനെയല്ല, അതുപോലെ നാളെ നിങ്ങൾ ന്യായീകരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത് എന്റെ സോഷ്യൽ മീഡിയ ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. CCTV ക്യാമറ വെക്കണമെന്ന് സർക്കാർ എന്റെ വീട്ടിൽ വന്ന് പറയുന്നതാണോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്? സോഷ്യൽ മീഡിയ കടന്നുകയറ്റം എന്ന രീതിയിലാണോ? മതപരമായിട്ടുള്ള എന്തോ ആണ് എന്നൊരു ജനറലൈസേഷൻ കൊണ്ടുവരരുതെന്ന് സിബി പറഞ്ഞു. ആരാ സിബി ഈ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞത്? സിബിയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. ഓർഫനേജ്, പ്രായമായവർക്കുള്ള ഹോം, ഷെൽട്ടർ ഹോം, ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് മതപരിവർത്തനമാകുമെന്ന് വ്യാഖ്യാനിക്കപ്പെടുമെന്ന്. എന്റെ സിബി ഓർഫനേജും പ്രായമായവർക്കുള്ള വീടും എല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. അത് ഇതിനകത്ത് അനുവദിക്കുന്നില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം നിങ്ങൾ ഈ 105 ശ്രീജിത്തെ ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞത് ഈ 105 എണ്ണത്തിന്റെ വിശാലതയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് അതിനകത്ത് ആ ക്ലോസ് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്നെ സംബന്ധിച്ച് അല്ലല്ല, ഒരു സെക്കൻഡ്. ശ്രീജിത്ത് വളരെ വളരെ ഡിഫറന്റ് ആയിട്ട് നഷ്ടപ്പെട്ട അവകാശം സിബിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സഭകളുടെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ ഒതുക്കലോ അല്ലെങ്കിൽ അവരെ സ്ക്രൂട്ടിനി വെക്കലിനോ വലുതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അർബൻ നക്സലുകൾ എന്ന പേരിൽ നാളെ ഈ എന്താ പറയുന്നത് ജനാധിപത്യത്തിന് വേണ്ടി അല്ലാതെയുള്ള പോരാട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന NGOകളെ ഒതുക്കാനായിട്ട് ഗവൺമെന്റ് എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഒരുപക്ഷെ അത് കൾച്ചറൽ ആയിരിക്കാം, അല്ലെ സോഷ്യൽ ആയിരിക്കാം, അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലേ? അപ്പൊ പിന്നെ മതത്തിന്റെ ആൾക്കാർ സിബി പേടിക്കുന്നേ? സിബി ഈ പറയുന്ന അർബൻ നക്സലിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ വന്ന് ഡിക്ലെയർ ചെയ്യാണ് സിബി അത് റിലീജിയസ് ആണോ അല്ലയോ എന്ന്. അപ്പൊ അവര് റിലീജിയസ് ആണെന്ന് പറയില്ലല്ലോ.
റിലീജിയസ് ആണെങ്കിൽ മാത്രമേ മതപരിവർത്തനത്തിന്റെ ക്ലോസ് ഉള്ളൂ. ഏത് സാമൂഹ്യ സംഘടനയാണ് സിബി റിലീജിയസ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെ ഒരു സംഘടന വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്? സോഷ്യൽ എന്നാണ്. സിബി ഇങ്ങനെ പൊട്ടത്തരം സിബി ഒന്ന് വായിക്കൂ. പ്രോസലൈറ്റൈസേഷൻ എന്ന് പറയുന്നത് മതത്തിന് മാത്രമേ ഉള്ളൂ സിബി. ഞാൻ പോകുന്നു. ബൈ ബൈ.